UP പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം എന്നാണ് പൊതുവെ രാഷ്ട്രീയത്തിൽ പറയുന്നത്. എങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം അല്ലെങ്കിൽ ഭരണസിരാ കേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിയിലും ഇപ്പോൾ ധാരണയിൽ എത്തിയിരിക്കുന്നു കോൺഗ്രസും AAPയും തമ്മിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം എന്നത്. ഡൽഹി നിയമസഭ നിലവിൽ AAPയാണ് ഭരിക്കുന്നത്. അതേസമയം ലോക്സഭയിലേക്ക് വരുമ്പോൾ BJP തൂത്തുവാരുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. ഏഴിടത്തും BJPയാണ് വിജയക്കൊടി പാറിക്കുന്നത്. അവിടെ ഈ സഖ്യം എത്രത്തോളം വർക്കൗട്ട് ആകുന്നുണ്ട് കിരൺ? അഭിലാഷ്, ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു അടുത്ത ഒരു കാർഡ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് കുറെ കൂടി ആളുകൾക്ക് വ്യക്തമായ രീതിയിൽ പറയാൻ കഴിയും. കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് 67, BJPക്ക് 3. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ ജനപ്രതിനിധിയിൽ ഇടിവുണ്ടാകുന്നില്ല. 62 സീറ്റുകളും 8 സീറ്റുകൾ മാത്രമാണ് BJPക്ക്. എന്നാൽ ഇങ്ങനെ ഒരു മറ്റു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറയാൻ താഴ്ന്ന ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്കാണ് ആം ആദ്മി പാർട്ടിയെ നിയമസഭയിൽ തെരഞ്ഞെടുക്കുന്നത്. ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ രണ്ടാമത് ഭരണത്തിൽ വരുമ്പോഴും 67 നിന്ന് കേവലം 5 സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് കുറയുന്നത്. ലോക്സഭയിലേക്ക് വരുമ്പോൾ ഈ ചിത്രം നേരെ തിരിയുന്നു എന്നുള്ളതാണ്. 2014 ആം ആദ്മി പാർട്ടിക്ക് 0 സീറ്റുകളായിരുന്നു, BJPക്ക് 7 സീറ്റാണ്. അന്ന് പക്ഷേ രണ്ടാം സ്ഥാനത്ത് നിന്നത് കോൺഗ്രസ് ആയിരുന്നു. 2014 വോട്ടിംഗ് ഷെയർ രണ്ടാം സ്ഥാനത്ത്, എല്ലാ സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് നിന്ന് ആം ആദ്മി പാർട്ടി ആയിരുന്നു, മൂന്നാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ്. 2019 വന്നപ്പോഴേക്കും 2019 BJPയാണ് 7 സീറ്റിലും ജയിക്കുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് 1 സീറ്റ് പോലും ലഭിച്ചിട്ടില്ല. ഈ പറയുന്ന 70 നിയമസഭാ മണ്ഡലങ്ങളുള്ളപ്പോൾ അതിൽ 1 സീറ്റ് പോലും ലഭിക്കാത്ത പാർട്ടി, 7 ലോക്സഭാ മണ്ഡലങ്ങളുള്ളപ്പോൾ അതിൽ 1 സീറ്റ് പോലും ലഭിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന് ആകെ ആശ്വാസമായി പറയാവുന്ന ഒരേ ഒരു കാര്യം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയേക്കാൾ മുന്നിൽ വന്നത്, രണ്ടാം സ്ഥാനത്ത് വന്നത് എല്ലായിടത്തും കോൺഗ്രസ് ആയിരുന്നു. ആം ആദ്മി പാർട്ടി 3ആം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ്. ഡൽഹിയുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നിയമസഭയിലേക്ക് ഞങ്ങളുടെ സംസ്ഥാനം ഭരിക്കേണ്ടത് അത് കെജ്രിവാളാണ്, പക്ഷേ ഇന്ത്യ ഭരിക്കേണ്ടത് അത് മോദിയാണ് എന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കുകയും ആ തരത്തിൽ വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ വോട്ടിംഗ് ശതമാനത്തിന്റെ ഒരു കണക്കുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും BJP ഈ 50 കഴിഞ്ഞ തവണ 50% മറികടക്കാൻ BJP കഴിഞ്ഞുവെങ്കിലും ഈ കോൺഗ്രസിനായാലും ആം ആദ്മി പാർട്ടിക്കായാലും നിർണായകമായ ഒരു സ്വാധീനം ഡൽഹിയിലുണ്ട്. ഈ പാർട്ടികൾ രണ്ടും രണ്ടായി മത്സരിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, സ്വാഭാവികമായും അവിടെ മൂന്നാമത് നിൽക്കുന്ന BJPക്ക് ജയിക്കാനുള്ള ഒരു സാധ്യത കൂടി കൂടുതൽ തെളിയുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം, ഈ 7 സീറ്റുകളിൽ 1 സീറ്റ് പോലും കിട്ടാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിലും കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2ആം സ്ഥാനത്തേക്ക് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഡൽഹിക്കാർ ചിന്തിക്കുന്നത് 1 BJP, 2 കോൺഗ്രസ്, 3 ആം ആദ്മി പാർട്ടി എന്നാണ്. എന്നാൽ മറിച്ച് നിയമസഭ വരുമ്പോൾ അവർക്ക് 1, 2, 3 എല്ലാം ആം ആദ്മി പാർട്ടി തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കെജ്രിവാൾ ഡൽഹിയിൽ ഇങ്ങനെ ഒരു സഖ്യത്തിന് തയ്യാറായി 3 സീറ്റുകൾ വരെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത്. നമ്മൾ സാധാരണഗതിയിലൊക്കെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ ഇലക്ഷൻ കണക്കൊക്കെ വെച്ചിട്ടാണ് പാർട്ടികൾ സീറ്റ് വിഭജിക്കുന്നത്. പക്ഷേ ഒരു കണക്ക് നോക്കാതെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 0 സീറ്റ് മാത്രം നേടിയ കോൺഗ്രസിന് 3 സീറ്റ് കൊടുക്കുന്നു. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടി അതിനൊപ്പം മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം ഒരു പാക്കേജ് എന്ന മട്ടിൽ തന്നെ അവർ ഹരിയാനയിൽ 1 സീറ്റ് ആം ആദ്മി പാർട്ടി വാങ്ങിക്കുന്നു. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 1 സീറ്റ് ചോദിക്കാനുള്ള തരത്തിലേക്കുള്ള സ്വാധീനം അവർക്കില്ല. കോൺഗ്രസ് തന്നെയാണ് 2ആം സ്ഥാനത്ത് നിൽക്കുന്നത്, പക്ഷെ അവരവിടെ 1 സീറ്റ് വെക്കുന്നു. ഗുജറാത്തിൽ അങ്ങനെയല്ല. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസിന് സ്വാധീനമുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിക്കും ചില സീറ്റുകളിലൊക്കെ കുറെ സ്വാധീനമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വെല്ലുവിളി ഉയർത്താൻ തയ്യാറായത് കെജ്രിവാളായിരുന്നു. അതെ, ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ വെല്ലുവിളിയായ രീതിയിലേക്ക് മോദിക്കെതിരെ നിന്ന് ഫൈറ്റ് ചെയ്ത ഒരാൾ കെജ്രിവാളാണ്. ആ കെജ്രിവാളിനും കോൺഗ്രസ് അവിടെയും 2 സീറ്റുകൾ, 26 സീറ്റുകൾ 2 സീറ്റ് എന്ന് പറയുന്നത് അത്ര മോശം സീറ്റല്ല. ഈ 2 സീറ്റുകൾ നേടിയെടുക്കാൻ ആം ആദ്മി പാർട്ടി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ നോക്കുന്നത് ഈ 2 പാർട്ടികൾ കൂടി യോജിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് BJP എന്നുള്ള ഒരു കോമ്പിനേഷനെ മറികടക്കാൻ ഈ 2 പാർട്ടികൾ യോജിച്ച് മത്സരിച്ചാൽ കഴിയും എന്നുള്ള ഒരു സാധ്യതയാണ് വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുന്നത്. ഇവർ അതിന്റെ ഒരു പ്രാക്ടിക്കൽ സാധ്യതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പൊളിറ്റിക്കലി ആളുകൾ പറയുമായിരിക്കും, ഇതേ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് പഞ്ചാബിൽ മത്സരിക്കുന്നത്. അവിടെ സഖ്യമില്ല, അവിടെ എതിരാളികളായി മത്സരിക്കുന്നു. ഡൽഹിയിൽ 2 പേരും ഒരുമിച്ച് മത്സരിക്കുന്നു. തൊട്ടടുത്ത സംസ്ഥാനമാണ്, ഇതിനിടയിൽ നിൽക്കുന്ന ഹരിയാന വരുന്നു. ഹരിയാനയിൽ അവർ ഒരുമിച്ച് മത്സരിക്കുന്നു. മറ്റു സ്ഥലത്താണെങ്കിലും ഗുജറാത്തിൽ അവർ ഒരുമിച്ച് മത്സരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലായിരിക്കും അങ്ങനെ ഒരു സാധ്യത. മലയാളികൾക്ക് ഇത് പരിചിതമായിരിക്കും. ഇവിടെ
ഇടതു വലതു മുന്നണികൾ ഒരുമിച്ച് മത്സരിക്കുകയും കേന്ദ്രത്തിൽ വരുമ്പോൾ അവർ UPA സർക്കാരിന്റെ കാലം മുതൽ അവർ ഒരുമിച്ച് നിൽക്കുകയും BJP വിരുദ്ധ പക്ഷത്തിൽ നിൽക്കുന്നു. 10 വർഷം ഭരണപക്ഷത്തായാലും ഒരുമിച്ച് നിന്നു. 10 വർഷം നിന്നില്ല, 2 UPA സർക്കാർ നിന്നില്ല. അതിനുശേഷം വന്ന NDA സർക്കാരിന്റെ 10 വർഷ കാലയളവിലാണെങ്കിൽ 2 പാർട്ടികളും ഒരുമിച്ച് പ്രതിപക്ഷ നിരയിൽ നിന്നു. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം. പഞ്ചാബിൽ ഒന്നാമത്തെ പാർട്ടി ആം ആദ്മി പാർട്ടിയാണെങ്കിൽ രണ്ടാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. അവിടെ BJPയെ സംബന്ധിച്ച് അവർ ഏറെ പിന്നിലാണ്. അവിടെ സഖ്യത്തിൽ മത്സരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഇന്ത്യ മുന്നണിക്ക് നേട്ടമില്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസ് ജയിച്ചാലും ആം ആദ്മി പാർട്ടി ജയിച്ചാലും രണ്ടും ഇന്ത്യ മുന്നണിക്ക് നേട്ടമാണ്. അവിടെ പരസ്പരം മത്സരിക്കുന്നു. ഇവരുടെ പരസ്പര മത്സരം കൊണ്ട് അവിടെ BJPക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ പഞ്ചാബിലില്ല. പക്ഷേ ഇവർ ഒരുമിച്ച് മത്സരിച്ചില്ല എങ്കിൽ പൂർണ്ണമായും നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥ ഡൽഹിയിലുണ്ട്, ഹരിയാനയിലുണ്ട്, ഗുജറാത്തിലുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് കെജ്രിവാളിനും രാഹുൽ ഗാന്ധിക്കും മാറാൻ കഴിയുന്നു. ഈ ഡൽഹിയിലൊക്കെ ചർച്ചയ്ക്ക് അവസാന നിമിഷം ചർച്ചയ്ക്ക് മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ നേരിട്ടാണ് അത്തരം ചർച്ചകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രഖ്യാപനത്തിലേക്ക് വന്നത്. അത് ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഭാഗം തന്നെയാണ്. BJP എങ്ങനെയാണോ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് കളിക്കുന്നത് ആ തരത്തിലേക്ക് മാറാൻ ഇന്ത്യ മുന്നണിക്ക് ഈ അവസാന ഘട്ടത്തിലെങ്കിലും കഴിഞ്ഞു എന്നുള്ളത് എന്തായാലും അവർക്കൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നിലനിർത്താനും അല്ലെങ്കിൽ ഒരു വിജയിക്കാൻ തോന്നലുണ്ട് അല്ലെങ്കിൽ എതിരാളികളാണ് എന്നൊരു തോന്നൽ നിലനിർത്താനും ഒരുപക്ഷെ ജയിക്കാനും ഒക്കെ സാധ്യത നൽകുന്ന ഘടകം കൂടിയാണ്. എന്തായാലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ വീണ്ടും അധികാരത്തിൽ എത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ NDAയുടെ ഭാഗമായി നിതീഷ് കുമാർ തിരികെ പോയ സാഹചര്യമുണ്ടായി. പശ്ചിമ ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനം വന്നു. പഞ്ചാബിൽ ഉൾപ്പെടെ സഖ്യത്തിനില്ല എന്ന AAP നിലപാട് സ്വീകരിച്ചു. ഇതെല്ലാം മുന്നണിക്കകത്ത് വലിയ കല്ലുകടിയാണ് സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സാധ്യമാകുന്നിടത്തെല്ലാം സഖ്യമായി തന്നെ മുന്നോട്ട് പോകാൻ ഉള്ള ശ്രമം ആണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും കടുത്ത പോരാട്ടത്തിന്റെ ചിത്രമാണ് തെളിയാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ദ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.